ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചിരിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്ത്യൻ നീതിന്യായ രംഗത്തെ അതികായൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാലി എസ് നരിമാൻ വിടവാങ്ങിയിരിക്കുന്നു. എവിടെ വെച്ച് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? വിശദാംശങ്ങൾ. ഡൽഹിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ഫാലി എസ് നരിമാൻ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനും ഏറ്റവും അധികായൻ എന്നുള്ള ഇതിനുപരി ഒരു അന്താരാഷ്ട്ര നിയമരംഗത്ത് തന്നെ ഒരു തലയെടുപ്പുള്ള ഒരു പ്രമുഖനായ ഒരു അഭിഭാഷകനായിരുന്നു. 95 വയസ്സിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് രാജ്യം ഇതിനകം തന്നെ നേരത്തെ പത്മഭൂഷൺ അടക്കമുള്ള ബഹുമതികൾ, പത്മ പുരസ്കാരം പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നാണ് ഈ പത്മ പുരസ്കാരങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം 1999 മുതൽ 2005 വരെ രാജ്യസഭാംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നും ഒരു ഭരണഘടനയുടെ തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു മുൻകാല പ്രവർത്തനങ്ങൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കണമെങ്കിൽ ഒരു ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പദവിയായ അഡ്വക്കേറ്റ് സോളിസിറ്റർ ജനറൽ പദവിയിലേക്ക് 1972 മുതൽ 1975 ജൂൺ വരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ 75-ൽ അദ്ദേഹം രാജിവെക്കാനുള്ള ഒരു പ്രധാന കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് തന്നെയായിരുന്നു. കാരണം ഈ അടിയന്തരാവസ്ഥ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയെ ഇല്ലാതാക്കുക